അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പ്രേക്ഷകർക്ക് ഒരായിരം സന്തോഷങ്ങൾ. അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാവരും വിശുദ്ധമായ ശഅബാൻ പകുതി പിന്നിട്ട് റമദാനിനെ കാത്തിരിക്കുന്നവരാണ്. ഈ വിശുദ്ധമായ ശഅബാനിൻ്റെ ഒരു പ്രത്യേകത മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇത് എൻ്റെ മാസമാണ് എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ വേണ്ടി അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്ന സൂറത്തുൽ അഹ്സാബിലെ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്ത് ഇറങ്ങിയത് വിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. ആ വിശുദ്ധമായ ശഅബാൻ ഈ മാസം വിശുദ്ധമായ സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടുന്ന മാസമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുവാനുള്ള സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തുകൾ നമ്മൾ എത്ര കൂടുതൽ ചൊല്ലിയാലും അതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഏതു സമയത്ത് നമ്മൾ ചൊല്ലിയാലും അത് പ്രതിഫലാർഹമാണ്. നമ്മുടെ ഏത് ഉദ്ദേശങ്ങൾ നിറവേറണമെന്ന് കരുതി നമ്മൾ ചൊല്ലിയാലും ആ ഉദ്ദേശങ്ങളുടെ നിറവേറൽ ഈ സ്വലാത്തിലൂടെ ലഭിക്കുമെന്നത് തീർച്ചയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അത്തരത്തിൽ നന്മയുടെ വാഹകരായി വിശുദ്ധ റമളാനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേക്ക് ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയണം. അത് നമ്മുടെ ഇഹപര വിജയത്തിൻ്റെ നിദാനവും ധാരാളം പ്രശ്നങ്ങളുടെ പരിഹാരവും ധാരാളം വിഷയങ്ങൾക്ക് സന്തോഷം പകരുന്നതുമാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാം ഈ നിലക്ക് വിശുദ്ധ ശഅബാനിനെ വരവേറ്റ് യാത്രയാക്കാൻ സാധിക്കണം. സ്വലാത്തിലായി ഈ മാസത്തെ നമുക്ക് യാത്രയാക്കാൻ സാധിക്കണം. അങ്ങനെ വിശുദ്ധ റമളാനിലേക്ക് കടന്നു ചെന്ന് വിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതി ഖത്മുകൾ തീർത്ത് അങ്ങനെ വിശുദ്ധ ശഅബാനിൻ്റെയും റമളാനിൻ്റെയും ഒക്കെ കടമകൾ പൂർത്തീകരിച്ചതായി നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു തുണ നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.